രണ്ടുപേർ കൂടെ നിയമം തെറ്റിക്കില്ല. നല്ലതാ രജിത്തേണ്ട സമയം അല്ലേ? ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. രണ്ടുപേരെ ഫ്രണ്ട് വെക്കുന്ന ഈ ഒരു അവസ്ഥ രണ്ടുപേരെ ഫ്രണ്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞെങ്കിൽ ഞാൻ കൊണ്ടുപോട്ടാ. അപ്പൊ ഞാൻ കൊണ്ടുപോയാണ്. അത് വേറെ രീതിയിൽ വരുമോ? എന്റെ വണ്ടി കയറും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രേണു സുധിയും രജിത് സാറുമായിട്ടുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ, അതായത് ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്ന റെക്കമെൻഡേഷൻ വീഡിയോ അതാണ് കേട്ടോ. നമ്മുടെ രേണു സുധിയും രജിത് സാറും തമ്മിൽ റാമ്പിൽ നടക്കുന്ന ആ ഒരു വീഡിയോയും ആ കാറിൽ പോകുന്ന വീഡിയോസും ഒക്കെയാണ് നിരന്തരമായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. രജിത് സാറിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, നന്മ മരം എന്ന് പറഞ്ഞാൽ നന്മ മരമാണ് നമ്മുടെ രജിത് സാർ എന്ന് പറയുന്നത്. നമ്മുടെ ബിഗ് ബോസിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആരാധകരെ സമ്പാദിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം കേട്ടോ. എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇതോടുകൂടി ആ ഇഷ്ടമൊക്കെ അവസാനിച്ചു. പിന്നെ ഈ രജിത് സാറ് കുറച്ച് നാളുകൾക്ക് മുന്നായിട്ട് നമ്മുടെ രേണു സുധിയെ കണ്ടിട്ട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുണ്ടായ ഒരു ഇൻസിഡൻറ്റിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നമ്മുടെ രേണു സുധിയോട് വന്നിരുന്ന് പറയുന്നുണ്ട്, നമ്മുടെ ഇവർ കുടുങ്ങി അങ്ങ് പോവും, നീ ആയിരിക്കും കട കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ഭയങ്കര വിലപ്പെട്ടൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ രജിത് സാറ് നമ്മുടെ രേണു സുധിക്ക് കൊടുത്ത ഉപദേശം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. കാര്യം വിലപ്പെട്ട ഉപദേശങ്ങളാണ്, നമ്മൾ കാണാൻ മറക്കരുത്. എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കഷ്ടപ്പെടുന്ന രേണുവിന് മാത്രമേ അറിയത്തുള്ളൂ. ഇതിന്റെ നല്ല വശം എടുക്കില്ല, വയറ് നിറയാണ് കൊടുക്കുന്നത്. സിനിമയ്ക്ക് വിളിക്കുന്നത് ആരാ? ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളല്ലേ വിളിക്കുന്നത്? പറഞ്ഞോട്ടെ ഇവരാരാ എന്താണെന്ന് നമുക്കറിയാം. ഒരു കാര്യം ഞാൻ പറയാം, പുള്ളിക്കാരൻ തുള്ളിച്ചാടി ഒന്നല്ല ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത്. വിരോധമില്ലല്ലോ, നമ്മളെ കൊച്ചിന്റെ വയറ്റത്ത് അടിക്കില്ല. ആ പെൺകുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാൻ വിടണം, കുംഫുകം. ഒരു സെക്കൻഡ് ആലോചിക്കും. ബയോളജി കുട്ടികൾക്കറിയാം, സ്രഷ്ടാവ് സൃഷ്ടിച്ചതിൽ തന്നെ ആണാണ് പവർഫുൾ ആണല്ലോ. ആൺകുട്ടിയുടെ മസിലും പെൺകുട്ടിയുടെ മസിലും വ്യത്യാസമാണ്. പെൺകുട്ടിയുടെ ശരീരം സോഫ്റ്റ് ആണ്. ആൺകുട്ടി ഇവിടെ നിന്ന് 4 പടി ജമ്പ് ചെയ്യുമ്പോൾ പെൺകുട്ടിയെ ജമ്പ് ചെയ്യിച്ചൂടാ. വിശുദ്ധ ഖുർആൻ പറയുന്നു, പെണ്ണ് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന്. കാരണം എന്തറിയാമോ? ഈ പടി തെറ്റി അങ്ങ് വീണാൽ, അവൾ മൂടിടിച്ച് ഈ പടിയിൽ വീണാൽ അവളുടെ യൂട്രസ് ഡിസ്ലൊക്കേറ്റ് ചെയ്യും. നിങ്ങൾ കണ്ടല്ലോ, ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ ഒരു മനസ്സ് വെച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. പക്ഷേ ആ സമയത്ത് ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അതിനകത്ത് ഇന്നർ മീനിങ് ഉണ്ട്, ഡബിൾ മീനിങ് ആണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലൊക്കെ. പക്ഷേ ഇപ്പോൾ താണ്ടെ രേണു സുധിയും രജിത് സാറുമായിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. അതായത് എനിക്കത് തോന്നി 2 സംശയങ്ങൾ. ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടില്ല, അതുകൊണ്ടാണോ എനിക്ക് തോന്നുന്നത്. ആ കാറിനകത്തൊരു വീഡിയോ ഉണ്ട്. നമ്മളെ വാക്കിംഗ് നമുക്ക് പിന്നെ കാണാം. ആ കാറിനകത്ത് ഫ്രണ്ട് സീറ്റിലാണ് ഇരുത്തിയേക്കുന്നത്. 2 സ്ത്രീകളെ ഒരുമിച്ച് ഇരുത്തിയേക്കുവാണ്. ആ 2-3 ഡൗട്ട് എനിക്കുണ്ട്. ബാക്കിൽ സ്ഥലമില്ലായിരുന്നോ? ഒരാൾക്ക് ബാക്കിൽ ഇരിക്കാൻ പറ്റില്ലായിരുന്നോ? ഓക്കെ, പോട്ടെ. രണ്ടാമത്തത്, ആ സീറ്റ് ബെൽറ്റ് ഇടാൻ രേണു സുധിക്ക് അറിയില്ലേ? എന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണുക. കണ്ടതിന് ശേഷം എൻ്റെ ഡൗട്ട് കറക്റ്റ് ആണോ അല്ലയോ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഗിയറിൽ കയറിയിരിക്കില്ല. ശരി, അവൻ അറിഞ്ഞില്ലല്ലോ. ഞാനാ പിടിച്ചിട്ടുണ്ട്. ഒരു കൈ കൊണ്ട് കണ്ടല്ലോ നിങ്ങൾ, എൻ്റെ ഡൗട്ട് കറക്റ്റ് ആണോ അതോ എനിക്ക് തോന്നിയ പ്രശ്നമാണോ നിങ്ങൾ പറയണേ. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. നമ്മുടെ രേണു സുധിയും രജിത് സാറുമായിട്ട് വാക്കിംഗ് നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ.
ഇത്രയും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അതായത് ഞാനങ്ങ് കൊണ്ടുപോവുകയാണ് രേണു സുധി എന്ന് പറഞ്ഞിട്ട് പിടിച്ചു ഇങ്ങനെ തോളെ കൈയിട്ടോണ്ടൊക്കെ വരുന്നൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. അത് വേറെ രീതിയിൽ വരുമോ? ഞങ്ങൾക്ക് വഴി തരും. വേറെ രീതി വരുമോ? വേറെ രീതിയിൽ വരുമോ? നിങ്ങൾക്ക് തെളിവ് കാണാം. ആരുടെ വണ്ടി കയറും? കണ്ടല്ലോ നിങ്ങൾ ഈ ഉപദേശിച്ച്, അതായത് അന്ന് രേണു സുധിയോട് ഉപദേശിച്ച ആ രജിത് സാർ തന്നെയാണോ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് കാണുമ്പോൾ തന്നെ അത്ഭുതം തോന്നില്ലേ. ഇനി അതായത് 2 ദിവസം മുന്നേ ആയിട്ട് ഈ രേണു സുധിയുടെ ഒരു ഇൻസിഡന്റ് ഇത് വെച്ചാൽ വേറൊരു ഇന്റർവ്യൂവിൽ നമ്മുടെ രജിത് സാറിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് രേണു സുധിയോട് അന്ന് അങ്ങനെ പറഞ്ഞത്, അതൊരു കടന്നുകയറ്റമില്ല, അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ ഒരു അവതാരിക ചോദിക്കുമ്പോൾ അതിന് നന്മ മരം കളിച്ച് നമ്മുടെ രജിത് സാർ കൊടുക്കുന്ന മറുപടി ഉണ്ട്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിനെ കാണുമ്പോൾ ഒരു കാര്യം സംസാരിക്കണമെന്ന് വിചാരിച്ചു. കുറച്ച് ഔട്ട് ഓഫ് ടോപ്പിക്കാണ് എങ്കിലും ഈ സദാചാര പോലീസിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ അല്ല ഇല്ല എന്താ മറുപടി അറിയില്ല എങ്കിലും ഞാൻ അതെ എനിക്ക് തോന്നുന്നു ഇതുപോലെ സ്നേഹമുള്ളടത്ത് അടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ചോദിക്കുകയാണ്, രേണു സുധിയുമായിട്ട് ഒരു പ്രശ്നം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. രേണു സുധിയോട് മോളെ നിന്റെ പോക്ക് ശരിയല്ല, സൂക്ഷിക്കൂ എന്നുള്ളത്, അങ്ങനെ അതൊരു വ്യക്തിയുടെ ലൈഫിലേക്കുള്ള അമിതമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ? അതെ, ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു, ഇപ്പൊ റിയൽ കേരള സ്റ്റോറിയിലൂടെ കൊടുക്കുന്നത് സന്ദേശങ്ങൾ കുറയണം. അല്ലെങ്കിൽ ഒരു നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെടുത്ത് നമ്മൾ ലഹരി ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്, ഈ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് ഒരു വ്യക്തി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. അമിതമായാൽ അമിതം വിഷം ആണെന്ന് പറയുന്നത് ഒരു അഡ്വൈസിന്. അപ്പൊ നീ ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ യഥാർത്ഥത്തിൽ രേണു സുധി എന്നുള്ളൊരു മീഡിയം മാത്രമാണ്. ഏതൊരു വ്യക്തിയും നശിച്ചു പോകാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആത്മാർത്ഥതയുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, അതാണ് ആവശ്യം. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ മുന്നിൽ കാണുന്ന തെറ്റായ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകും, അത് തകർന്നു പോകും എന്ന് കാണുന്നതിൽ ഒരു ഉത്കണ്ഠ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്നേഹപൂർവ്വം ശാസിക്കും. അങ്ങനെ പോകാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളിതിന് മുമ്പേ പോയിട്ട് അടിവാങ്ങിച്ച പാർട്ടിയാണ്. അപ്പൊ നീയും ആ വഴി പോവാതിരുന്നാൽ നിനക്ക് നല്ലതാണ്. ഞാൻ ഇതിനു മുമ്പ് പോയി തോറ്റതാണ്, നീ ഇതേപോലെ പോകരുത്. ഞാൻ ഇതിനു മുമ്പ് ഈ വഴിയെ പോയിട്ട് എന്നെ മൂർഖം കിട്ടിയതാണ്, നീയും അതേ വഴിയെ പോകരുത്. പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോ. ഇത് തന്നെയാണ് രേണു സുധിയോട് പറയുന്നതും ആരോട് പറയുന്നതും. ഈ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് ഇന്നത്തെ കുട്ടികളിലും രക്ഷകർത്താക്കളിലും കുറെ പേർക്ക് ഇഷ്ടമല്ല. ഇവിടെ രജിത് സാറിന്റെ നീക്കവും വൈറലാവുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇപ്പൊ രേണു സുധിയോടൊപ്പം ആര് വന്നാലും വൈറലാകുമെന്നൊരു കിംവദന്തി പടർന്നു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ ആ റാപ്പിൽ വാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, ഇങ്ങനെ കൈ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇവിടെ പിടിക്കും. ഒരു സത്യം പറഞ്ഞുണ്ടല്ലോ, വളരെയധികം ഒരു മ്ലേച്ഛമായിട്ടൊക്കെ നമുക്ക് തോന്നി. കാര്യം റാംവാക്കിലൊക്കെ സാധാരണ ഇതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ ഇത്രമാത്രം നന്മതരം കളിച്ചിട്ട് അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ് രേണു സുധി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള, സുധി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ഞങ്ങൾ സ്റ്റാർ മാജിക് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, മറിച്ചതൊക്കെ പറഞ്ഞിട്ട് വൈറലാകാൻ വേണ്ടി ഇങ്ങനെ നെഗറ്റീവ് ഇംപ്രഷൻസ് കൊടുക്കുന്നത് വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം കേട്ടോ, മറക്കാതെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആ ഒരു ഡബിൾ മീനിങ്ങിലുള്ള ഉപയോഗം, ആ കാറിൽ കയറിയ സമയത്ത് അദ്ദേഹം ഉപയോഗിക്കുന്ന ആ ഒരു മീനിങ്സ് ഒക്കെ എനിക്ക് വളരെയധികം ഒരു വൃത്തികെട്ട രീതിയിലാണ് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത് നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും വീണ്ടും രേണു സുധി എയറിൽ നിന്ന് എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ രജിത് സാറും ഇനി ആ രേണു സുധിയുടെ അക്കൗണ്ടിൽ കുറച്ചും കൂടെ വൈറലാവും. ഞാൻ കഷ്ടപ്പെട്ട് നേടിയതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഒരു എന്തോ അത് നിങ്ങൾ ആ വീഡിയോസൊക്കെ നന്നായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിപ്പോൾ നമ്മൾ കണ്ട നമ്മുടെ കാഴ്ചയുടെ കുഴപ്പമാണോ അതോ ഇത് അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് എന്നിപ്പോൾ നമ്മൾക്ക് ഒരു സംഭവത്തിൽ 2 രീതിയിലും കാണാൻ സാധിക്കുമല്ലോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.